വിധി വന്നു. കോടതിയുടെ നിലപാടിനെ നമ്മൾ മാനിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് പറയാനാണ്? നീതി അത് നീതിപീഠം തീരുമാനിക്കേണ്ടതല്ലേ? അവർ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആയിരിക്കണമല്ലോ ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നില്ലല്ലോ. അപ്പോൾ അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. അവർക്ക് നീതി ലഭിക്കട്ടെ. ഞാനല്ലല്ലോ അത് പറയേണ്ടത്. അത് പറയേണ്ടത് അത് അനുഭവിച്ചവർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളല്ലേ. അവർക്കല്ലേ അത് അറിയുള്ളൂ. നമുക്കിത് പുറമേ നിന്ന് ഒരു മീഡിയയുടെ നറേറ്റീവ് കേട്ട് ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയാവുന്നത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും കോടതിക്കുമാണ്. അപ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് കോടതിയുടെ തീരുമാനത്തെ നമുക്കിപ്പോൾ ബഹുമാനിക്കുക അല്ലാതെ വേറൊരു നിവൃത്തിയും. അതിനോട് എനിക്ക് കമൻറ്റ് ചെയ്യാനേ ഇല്ല. ബിക്കോസ് അതിനുവേണ്ടി വെമ്പി നിന്നിരുന്നൊരു ഒരു സംഘടന. അപ്പോൾ ഒരു ആ കാര്യത്തിൽ അത്രയും ധൃതി അവർ കാണിക്കുമ്പോൾ ഒരു നിലപാടില്ലായ്മയായി പോയി എന്നെനിക്ക് തോന്നുന്നുള്ളൂ. ഇത്രയും നാളും അവർ ചെയ്തതും മീഡിയയുടെ മുന്നിൽ പറഞ്ഞതും ജനങ്ങളോട് പറഞ്ഞതും ഒക്കെ ഒരു നിലപാടില്ലായ്മയായി പോയി എന്ന് തോന്നി. ആ വിഷയത്തിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടതിനെ കുറിച്ചുള്ള സാന്ദ്ര തോമസിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതില് സാന്ദ്ര തോമസ് പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്. ആ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇന്നിന്റെ കാലഘട്ടത്തില് വളരെ വളരെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു വാചകം തന്നെയാണത്. കാരണം ആ പറയുന്ന വാചകം എന്ന് പറയുന്നത് മീഡിയയുടെ നെഗറ്റീവ് അനുസരിച്ച് നമ്മൾക്ക് ഒന്നിനെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതോടൊപ്പം തന്നെ മീഡിയയുടെ നെഗറ്റീവ് അനുസരിച്ചിട്ടല്ല കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നിനെയും ജഡ്ജ് ചെയ്യുന്നതും. കോടതിയാണെങ്കിലും നിയമമാണെങ്കിലും മീഡിയകളിൽ വരുന്ന തലക്കെട്ടുകളും വാർത്തകളും സ്റ്റോറികളും അനുസരിച്ചിട്ടല്ല ഒരു കേസിനെയും ഒരു പരാതിയെയും ഒരു പീഡനങ്ങളെയും ഒരു അക്രമത്തെയും ഒന്നിനെയും ജഡ്ജ് ചെയ്യുന്നത് മീഡിയകളുടെ നറേറ്റീവ് അനുസരിച്ചിട്ടല്ല എന്നുള്ളത് കോടതി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ദിലീപിന്റെ കാര്യത്തിൽ സംഭവിച്ചതെങ്കിൽ ഇന്നിപ്പോ വീണ്ടും അത് കോടതി വീണ്ടും തെളിയിക്കുകയാണ്. കാരണം വാർത്തകളിൽ മാധ്യമങ്ങൾ തന്നെ പറയുന്നു വ്യാഖ്യാനിക്കപ്പെട്ടതും അനുമാനിച്ചതും എന്ന്. വ്യാഖ്യാനിക്കപ്പെട്ടതും അനുമാനിച്ചതും ആരാണ് അനുമാനിച്ചത്, ആരാണ് വ്യാഖ്യാനിച്ചത്? അത് മാപ്രകളാണ്. രാഹുൽ വിഷയത്തിൽ നിന്ന് രണ്ടാമത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് തിരുവനന്തപുരം സ്പെഷ്യൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവ് പുറത്തു വരുമ്പോ വലിയ വെപ്രാളത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അവരുടെ അനുമാനങ്ങൾ, അവരുടെ തലക്കെട്ടുകൾ ഇതൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇത് തന്നെയാണ് ഇന്നലെ രഞ്ജി പണിക്കർ ഒരു പ്രതികരണം നടത്തിയെന്ന് നമ്മൾ കണ്ടു. രഞ്ജി പണിക്കർ മാപ്പിളകളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് വല്ലാത്ത നിരാശയുണ്ടല്ലേ എന്ന്. സ്വാഭാവികമായിട്ടും അവർ ആഗ്രഹിച്ചത് കിട്ടിയില്ല. ഒരു ഗാന്ധിയെ കൊന്നതിന് രണ്ടഭിപ്രായമുള്ള നാടാണ് നമ്മുടെ നാട്. ആ നാട്ടില് എന്തൊരു കേസെടുത്താലും അവിടെ രണ്ടഭിപ്രായം ഉണ്ടാകും. ആ രണ്ടഭിപ്രായത്തിൽ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഒരിക്കലും സംഭവിക്കാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നലെ ദിലീപിന്റെ വിഷയത്തിലാണെങ്കിലും ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിലും ചിലരൊക്കെ ആഗ്രഹിച്ചത് നടന്നില്ല എന്ന് കാണുമ്പോ വല്ലാത്ത അസ്വസ്ഥതയാണ്, വല്ലാത്ത അരിശമാണ്, രോഷമാണ്, നിരാശയാണ്, വേദനയാണ്, സങ്കടമാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് കേരളത്തിലെ മാപ്രകളാണ്. ഞാൻ ഇവരെ മാധ്യമ പ്രവർത്തകരെന്ന് പൂർണ്ണമായി വിളിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതി എല്ലാവരും ആ കൂട്ടത്തിൽ പെടുന്നുമില്ല. എന്നാൽ മഹാഭൂരിപക്ഷവും ഈ കൂട്ടത്തിൽ പെടുന്നു. ഏത് മാപ്രകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ചില ആളുകളെ മാറ്റി നിർത്താമെന്നല്ലാതെ അതിന്റെ മെജോറിറ്റിയും മാപ്രകൾ തന്നെയാണ്. സോകോൾഡ് മാധ്യമ പ്രവർത്തകർ അജണ്ടകൾക്കനുസരിച്ച്, താല്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാത്തിനെയും വളച്ചൊടിച്ച്, വ്യാഖ്യാനിച്ച്, അനുമാനിച്ച്, ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ച്
വല്ലാത്ത ഒരു തലക്കെട്ടുകൾ ഉണ്ടാക്കി, സെൻസേഷനുകൾ ഉണ്ടാക്കാൻ വേണ്ടി, ബ്രേക്കിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടി, എക്സ്ക്ലൂസീവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് മാപ്രകൾ. ആർക്ക് കിട്ടും, എവിടെ നിന്ന് കിട്ടും ബ്രേക്കിങ്ങുകൾ, ആർക്ക് കിട്ടും എക്സ്ക്ലൂസീവുകൾ എന്നും തപ്പി ഓടുകയാണ്. ആ ഓട്ടത്തിനിടയിൽ പലതും കിട്ടാതെ വരുമ്പോ അത് ഉണ്ടാക്കുവാനുള്ള തത്രപ്പാടുകൾ നടത്തുകയാണ്. പലരും പലരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച്, ഇപ്പൊ റിപ്പോർട്ടർ TV മരം കൊള്ളക്കാരൻ വീരപ്പന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, വീരപ്പൻ നടത്തുന്ന PR വർക്കുകൾക്കനുസരിച്ച്, ചിലരൊക്കെ പിണറായി വിജയന്റെ PR വർക്കുകാരായി മാറിയിട്ട് അത്തരത്തിൽ വലിയ വലിയ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വാർത്തകളും തലക്കെട്ടുകളുമാണ് നടത്തുന്നത്. അത് തന്നെയാണ് സാന്ദ്ര തോമസ് പറയുന്നത്. വാർത്തകളുടെ, മാധ്യമങ്ങളുടെ, മീഡിയയുടെ നെറേറ്റീവ് അനുസരിച്ച് നമുക്കൊന്നിനെയും ജഡ്ജ് ചെയ്യാൻ കഴിയില്ല എന്ന്. അതൊരു തിരിച്ചറിവാണ് കേരളത്തിന്റെ പ്രബുദ്ധരായ ജനം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു തിരിച്ചറിവ്. പലപ്പോഴും നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിനോടുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണങ്ങളും നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പലരെയും അടിച്ചോടിക്കുകയും പലർക്കെതിരെയും പ്രതിഷേധങ്ങൾ നടത്തുകയും പല റിപ്പോർട്ടർമാരെയും കയ്യേറ്റം ചെയ്യുന്ന വക്കിലേക്ക് വരെ ജനങ്ങൾ ചെന്നെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. കാരണം അവരുടെ നറേറ്റീവുകൾ, അവരുടെ വ്യാഖ്യാനങ്ങൾ, അവരുടെ തലക്കെട്ടുകൾ, അതൊക്കെ അവരുടെ താല്പര്യം, വ്യൂവർഷിപ്പ് എന്ന TRP റേറ്റിംഗ് എന്ന മാനദണ്ഡങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാവുകയും നിയമത്തിന്റെയും കോടതിയുടെയും കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഇവരുടെ മുഖത്തേക്കുന്ന അടികളായി മാറുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ദിലീപ് വിഷയത്തിൽ 8 വർഷക്കാലം അല്ലെങ്കിൽ 9 വർഷക്കാലം അല്ലെങ്കിൽ അയാൾ ജയിലിൽ കിടന്ന 83 ദിവസങ്ങൾ, ആ ദിവസങ്ങളിലൊക്കെ ഇവർ പടച്ചുവിട്ട തലക്കെട്ടുകൾ, ഇവരുണ്ടാക്കിയ സ്റ്റോറികൾ, ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ച ചർച്ചകൾ, ഇവർ പലരെയും കൊണ്ടുവന്ന് ഇരുത്തി ക്യാമറക്ക് മുന്നിലിരുത്തി പടച്ചുവിട്ട ചർച്ചകളും അഭിപ്രായങ്ങളും, അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? എന്തായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന തെളിവ്? ഇപ്പൊ നിങ്ങളോട് വെളിപ്പെടുത്തിയ മാപ്രകളോട് പലരും പലതും വെളിപ്പെടുത്തി. അവർക്കും ഈ കാര്യത്തിൽ പ്രത്യേകമായ അജണ്ടകൾ ഉണ്ടായില്ലേ? എന്ത് പ്രോസിക്യൂഷന് ഈ പറയുന്ന ഗൂഢാലോചന കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ, നിയമത്തിന്റെ മുന്നിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇവർക്കിടയിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം കേസിലും നടക്കുന്നത്. രാഹുലിനെതിരെ ഇവർ അനുമാനിക്കുന്നു. ആരെങ്കിലും ഒരു പരാതി ഉന്നയിക്കുമ്പോഴേക്കും ഇവർ വ്യാഖ്യാനിക്കുന്നു, ഇവർ അനുമാനിക്കുന്നു, ഇവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മാപ്രകൾ ഇത്രമാത്രം ഒരുത്തൻ ജയിലിൽ ആയി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുത്തനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, എന്നൊക്കെ ഇവർ രാഹുലിന്റെ മുന്നിൽ പെട്ടിട്ടുണ്ടോ അന്നൊക്കെ വേണ്ട വിധം വയറ് നിറച്ചും രാഹുൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും അത് ഇവരുടെ രാജാവിനും ഇവരുടെ അടിമകൾക്കും വയറ് നിറയെ കിട്ടുന്നതും ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അത്തരത്തിൽ രാഹുലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതിന്റെ കണക്കൊക്കെ ഒരുപാട് തീർക്കാനുണ്ട്. അത് തന്നെയാണ് രാഹുൽ ഇന്ന് അകത്തായി കാണണമെന്ന് ഇവർ അതിയായി ആഗ്രഹിച്ചത്. പക്ഷേ ഇന്ന് കോടതി പറയുന്നു മുൻകൂർ ജാമ്യം നൽകുന്നതായിട്ട് കോടതി വിധി പ്രഖ്യാപിക്കുമ്പോ, കോടതി അത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോ അത് ഇവരുടെ കരണത്ത് കിട്ടുന്ന അടിയായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ജനം ഇപ്പൊ എല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് 1ാം ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടത്തിലേക്ക് നാളെ രാവിലെ കാലെടുത്ത് വെക്കുമ്പോ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും സഖാക്കളും പിണറായിയുടെ PR വർക്ക് ടീമും ഒക്കെ ആഗ്രഹിച്ചത് അവിടെ ചർച്ച രാഹുലായിരിക്കണമെന്ന. പക്ഷേ കേരളത്തിന്റെ പ്രബുദ്ധരായ ജനം ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിഷയം രാഹുലല്ല, ഭ്രൂണമല്ല, അവിഹിതമല്ല, ഗർഭമല്ല, ഗർഭം അലസിപ്പിക്കലല്ലെന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആദ്യ പരാതിയും 2ാമത്തെ പരാതിയും ഒക്കെ പുറത്തേക്ക് വന്നത്. പക്ഷേ ഈ 1ഉം 2ഉം പരാതികൾ കൊണ്ടൊന്നും അയ്യന്റെ പൊന്ന് കട്ടത് ആരപ്പ എന്ന് ചോദിച്ചാൽ അയ്യന്റെ പൊന്ന് കട്ടത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ജനം മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് തന്നെയാണ് ഇവരുടെ മുഖത്തേറ്റ അടി എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നിപ്പോ രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്ന 2ാമത്തെ കേസ്, ആ കേസിൽ ഇപ്പൊ പറയുന്നത് വലിയ ഗുരുതരമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നാണ്. ആര് വ്യാഖ്യാനിച്ചു? മാപ്രകൾ വ്യാഖ്യാനിച്ചു.
ആരനുമാനിച്ചു? മാപ്രകൾ അനുമാനിച്ചു. ആരാഗ്രഹിച്ചു? മാപ്രകൾ ആഗ്രഹിച്ചു. ആര് ഊഹിച്ചു? മാപ്രകൾ ഊഹിച്ചു. അതിയായി ആഗ്രഹിച്ചു. വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു മാപ്രകളുടേത്, എങ്ങനെയെങ്കിലും രാഹുൽ ജയിലിലായി കാണണം എന്നുള്ളത്. പക്ഷേ അത് നടക്കാതെ പോയതിന്റെ എല്ലാ ദുഃഖവും വിഷമവും ഇവരുടെ മുഖത്ത് ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവരുടെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നെറേറ്റീവുകൾ, ഇവരുടെ തലക്കെട്ടുകൾ, ഇവരുടെ ഹെഡിങ്ങുകൾ, ബ്രേക്കിങ്ങുകൾ, എക്സ്ക്ലൂസീവുകൾ, ഇതൊന്നും കോടതിക്ക് മുന്നിൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല. കോടതി അത് കാണുന്ന പോലുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കോടതി കാണുന്നില്ല. കോടതിക്ക് പലതും വ്യക്തമാകുന്നുണ്ട്, അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ പലതും തുറന്നു കാട്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ വിഷയമാകുന്നത്. കോടതിക്ക് മുന്നിൽ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പരിഗണനയും ഇവരുടെ തലക്കെട്ടുകൾക്കും സ്റ്റോറികൾക്കും സ്റ്റോറി ലൈനുകൾക്കും ഇല്ല എന്ന് കോടതി കണ്ടെത്തിയതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി ഉത്തരവിറക്കിയത്. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പോലും കേരളത്തിലെ മാപ്രകൾക്ക് അവരുടെ മനസ്സനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.